തെരഞ്ഞെടുപ്പ് കാലത്ത് വിവിധ മുന്നണികളുടെ പ്രകടന പത്രികയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രികയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. അത് വളരെ ശ്രദ്ധേയവുമാണ്. ഏറ്റവും ഒടുവിൽ കേട്ടത് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞ കാര്യങ്ങളാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ത്യയേക്കാൾ അയൽരാജ്യമായ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിന് അനുയോജ്യമാണെന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ആരോപണം. സമൂഹത്തെ ഭിന്നിപ്പിച്ച് അധികാരത്തിലെത്താനാണത്രേ കോൺഗ്രസ് ശ്രമിക്കുന്നത്. തുറന്നടിക്കുകയാണ് ഹിമന്ത. ഇത് പ്രീണനത്തിന്റെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ അതിനെ അപലപിക്കുന്നു. ഇത് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല, പാകിസ്ഥാന് വേണ്ടിയുള്ളതാണെന്ന് പ്രകടന പത്രികയിൽ തോന്നുന്നു. ജോർഹട്ട് മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മാധ്യമപ്രവർത്തകരോടാണ് ബിശ്വ ശർമ്മ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. രാജ്യത്ത് ഹിന്ദുവോ മുസ്ലിമോ ആരും മുത്തലാഖ് പുനരുജ്ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ശൈശവ വിവാഹത്തെയോ ബഹുഭാര്യത്വത്തെയോ പിന്തുണയ്ക്കുന്നില്ലെന്നും ശർമ്മ പറഞ്ഞു. സമൂഹത്തെ ഭിന്നിപ്പിച്ച് അധികാരത്തിലെത്തുന്നതാണ് കോൺഗ്രസിന്റെ മാനസികാവസ്ഥയെന്നാണ് ഹിമന്ത പറയുന്നത്. BJP ഒരു ആന്തോളന്റെ രൂപമെടുത്തിരിക്കുകയാണെന്നും രാജ്യത്തെ വിശ്വഗുരു ആക്കാനാണ് ഈ പ്രസ്ഥാനമെന്നും ശർമ്മ തറപ്പിച്ചു പറയുന്നു. സംസ്ഥാനത്തെ 14 ലോക്സഭയിലും BJPയും സഖ്യകക്ഷികളും വിജയിക്കുമെന്നും മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ദുബ്രി നിയോജക മണ്ഡലത്തിൽ നിന്ന് നല്ല പ്രതികരണമാണ് തനിക്ക് ലഭിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു.